ഇടുക്കി മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വൈദ്യുതി ലഭിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ. വൈദ്യുതി ലഭിക്കുന്നതിനായി പഞ്ചായത്ത് കെട്ടിടത്തിന് നമ്പർ അനുവദിച്ചു. സ്കൂളിൽ വൈദ്യുതിയും വെള്ളവും ഇല്ലാതെ കുട്ടികൾ ദുരിതമനുഭവിക്കുന്ന വാർത്ത കേരള വിഷൻ ന്യൂസാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ 20 ദിവസത്തിലധികമായി മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 120ഓളം വിദ്യാർത്ഥികൾ വൈദ്യുതിയും വെള്ളവുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. കെട്ടിടത്തിന് വൈദ്യുതി ലഭിക്കേണ്ട രേഖകൾ ലഭിക്കാത്തതിനാൽ സമീപത്തെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടത്തിൽ നിന്നുമാണ് താൽക്കാലികമായി ഇവിടേക്ക് വൈദ്യുതി എത്തിച്ചിരുന്നത്. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ സ്കൂളിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. വൈദ്യുതിയും ശുദ്ധജലവും ഇല്ലെന്ന കേരള വിഷൻ ന്യൂസ് കൊടുത്ത വാർത്തയെ തുടർന്നാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി ലഭ്യമാകാനുള്ള കെട്ടിടത്തിന് നമ്പർ പഞ്ചായത്ത് അനുവദിച്ചു നൽകി. 172/1 എന്ന നമ്പറാണ് പഞ്ചായത്ത് അനുവദിച്ചു നൽകിയിരിക്കുന്നത്. ഈ നമ്പർ പ്രകാരം വൈദ്യുതി ലഭിക്കുന്നതിനുള്ള തുടർ നടപടികൾക്കായി ഇന്ന് അധ്യാപകർ ബന്ധപ്പെട്ടവർക്ക് അപേക്ഷ നൽകും. ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. NOC വാങ്ങാത്ത സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണം ക്രമവൽക്കരിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുമായി സംയുക്ത ചർച്ച നടത്തി ജില്ലാ കളക്ടർ നടപടിയെടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.